ഇതുപോലുള്ള കംപ്ലയിൻസ് കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഞാൻ എൻ്റെ സ്റ്റോർ ക്ലോസ് ചെയ്യാൻ പോവാം. അതെ, 8:30 ആയിട്ടോ നമ്മുടെ ക്ലോസിംഗ് ടൈം. സോ നമ്മുടെ ഷോപ്പ് ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ നിങ്ങളോട് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആക്ച്വലി ഇന്ന് നമ്മുടെ ഒരു കസ്റ്റമർ അവരുടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എന്താ പറ്റിയെന്ന് വെച്ചാൽ അതൊരു ഡയബിൾ പ്രൊഡക്റ്റ് ആയിരുന്നു, വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ഉള്ളൊരു പ്രൊഡക്റ്റാണ്. അത് അവർക്ക് അവരുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷെ അവർ ഗിഫ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ ആ ഒരു പ്രൈസ് ടാഗ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ വാഷ് ആൻഡ് കെയർ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു വാഷ് ആൻഡ് കെയറും ആ ഒരു പ്രൈസ് ടാഗും ഒക്കെ അവരതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഗിഫ്റ്റ് ചെയ്തത്. സോ ആ ഒരു കുട്ടി ഇത്രയും ഹാൻഡ് വർക്കും അല്ലെങ്കിൽ ഇതുപോലത്തെ നമുക്കറിയാമല്ലോ ചില മെറ്റീരിയൽസ് ഭയങ്കര എന്താ പറയുക, ഡയബിൾ ടൈപ്പ് കണ്ടാൽ നമുക്ക് ഇപ്പോൾ കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. പക്ഷെ ആളത് ഓർക്കാതെ ആ ഡ്രസ്സ് എടുത്ത് വാഷ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അത് ബ്ലീഡ് ചെയ്തു, അതിൽ കുറേ കളേഴ്സൊക്കെ വന്നു. സോ ആൾ വന്നിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നതാണ്. ശരിക്കും നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കതൊന്നും ചെയ്തേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്, ഡയബിൾ ആണ്, നോർമൽ വാഷ് പറ്റില്ല എന്നുള്ളത്. ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സിനും അറിയാം. നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യാറുണ്ട്, ഇത് ഡയബിൾ ഫാബ്രിക് ആണ്, സോ നിങ്ങൾ ഡ്രൈ ക്ലീൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എന്തോ ആരോ ഓർക്കാതെ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് ഇത് ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ആ ഒരു കുട്ടി ആളുടെ ഒരു ബർത്ത്ഡേക്ക് ആൾക്ക് ഭയങ്കര പ്രീഷ്യസ് ആയിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ട് ആളതിന് അത്രയും വാല്യൂ ചെയ്യുന്നതുകൊണ്ട് ആൾ പറഞ്ഞത് കേട്ടിട്ട് നമ്മളത് റീഡൈ ചെയ്യാൻ കൊടുക്കാൻ പോണ്. ആക്ച്വലി നമുക്കറിയില്ല അത് സക്സസ്ഫുൾ ആവോ, അതിൽ ആ ഒരു ബ്ലീഡ് ചെയ്ത് വന്നിട്ട് വന്ന ഒരു കളർ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അത് റിമൂവ് ആവോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം. സോ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. അതായത് നിങ്ങൾ എടുക്കുന്ന ഡ്രസ്സിൻ്റെ ആ ഒരു വാല്യൂ നിങ്ങളത് പിന്നീട് അത് കീപ്പ് ചെയ്യണം. അതായത് ഡ്രൈ ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡ്രൈ ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെ കീപ്പ് ചെയ്യാം, ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്കത് കീപ്പ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്തതിന് ശേഷം ഈ ഒരു വാഷ് ആൻഡ് കെയർ ഒക്കെ ഫോളോ ചെയ്യാതെ അത് ഡാമേജ് ആക്കിയ ആക്ച്വലി നമ്മൾക്കത് പിന്നെ അത് റിട്ടേൺ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റ് നന്നായിട്ട് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈവൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കൊണ്ടുവരാണെങ്കിൽ മാക്സിമം നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്.